ആ ഗ്ലാസ് പൊട്ടിച്ചതിന്റെ പകുതി പൈസ നീ എനിക്ക് തരണം. ഇതൊക്കെ അതെ മുതലാളി അതിനൊക്കെ പൈസ കിടക്കും. അപ്പം എന്ത് ചെയ്യും? അളിയാ இந்த பெரிய ஜன்னல் என்னோட தனியா எடுத்து வைக்க சொன்னது தானே அப்படி நடந்துச்சு. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. നിനക്കത് എന്നോട് പിടിക്കാൻ പറഞ്ഞൂടെ? ആരും ഇല്ല അങ്ങ് എന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എടുത്തു വെച്ചത്. ഇങ്ങനെ എല്ലാതിന്റെ കാശ് പറഞ്ഞാൽ എനിക്ക് ശമ്പളം കിടക്കാതില്ല. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പകുതി പൈസ നീ എനിക്ക് തരണം. എന്നാലും 4 പേരെ വേലക്ക് വെക്കണമെന്ന് சொன்னா കേൾക്ക മാട്ടേ. 2 പേര് மட்டும் இருந்தா எப்படி നടക്കരുത്? ഇത് 2 ആളുകളുടെ പണിയേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് പിടിக்கிறதுக்கு ആളില്ലാമ இருந்தா இப்படி എല്ലാം വരും. ചേട്ടാ ചൂരലിന്റെ കസേര വേണം. കസേരയൊന്നും വേണ്ട. ഇപ്പൊ എന്താ ഓട്ടോറിക്ഷയ്ക്ക് പോണോ ബസ്സിന് പോണോ? ആയി നടന്നു പോലാം. ഷാപ്പ് എടുക്കുന്നില്ല. കടയിൽ 1500 രൂപ വിലയുള്ള കസേരയാണ്. 500 വന്നത്. വേണ്ടടോ കസേര വേണ്ട. വേണ്ടാന്ന് சொன்னல்ல. പോ. இன்னைக்கு இந்த வேலை நாளைக்கு முடியும். மத்தால இருந்து என்ன வேலை செய்வா? അത് മറ്റൊന്നല്ല, അത് അപ്പാലോചിക്കാം. നമുക്ക് ആ ശങ്കരനാരുടെ വീട്ടിലെ വേല എടുത്തില്ല, ഓട് പൊളിച്ച് മാറ്റിട്ട് ടർസ് വീടാക്കുക சொன்னல்ல, അത് വേല കിട്ടാ. ശങ്കരനായരുമായിട്ടുള്ള ഒരു ഇടപാടും ശരിയാവില്ല. അതിൽ പൈസ തരില്ല. കരാർ എടുക്കലാമല്ലേ? കരാർ എടുത്തിട്ട് ഒരു വക കഴിച്ചിട്ടില്ല എത്ര നേരമായിട്ട്. ഭയങ്കര വെയിലും. എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോയിരുന്നെങ്കിൽ 500 രൂപ വന്നാൽ മതി 2 കസേരയും. ചെങ്ങാതി കസേരയെ വേണ്ട പറഞ്ഞില്ല നിന്നോട്. ഇത് അവിടെ കൊണ്ടുപോയി ഇടാൻ സ്ഥലമില്ലാന്ന്. അളിയാ കമ്മിണർ അല്ല തമ്പി. ഓ 2 കസേരക്ക് 500 രൂപ വന്നാൽ മതി. അല്ലെങ്കിൽ പോയിട്ട് 400 രൂപ വന്നാൽ മതി ചേട്ടാ. ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് വിശന്ന് പോയി ചേട്ടാ. ചേട്ടാ എടോ കസേര വേണ്ട വേണ്ട പറഞ്ഞ പിന്നെ എന്തിനാണ് പിന്നെ ഇതിന് ചേട്ടാ ചേട്ടാ ഇത് കടയിൽ 1500 രൂപയ്ക്ക് വിൽക്കുന്ന കസേര. നീ വേറെ ആർക്കെങ്കിലും കൊടുക്കേ. പ്ലാസ്റ്റിക് കസേര ഒന്നിന് 300-400 രൂപ കൊടുക്കണം. 2 ചൂറ് കസേര തന്നെ 500-400 രൂപയ്ക്ക് തരാൻ ശ്രമിച്ചു. എന്തിനതിന്റെ ആവശ്യമില്ലല്ലോ. വാങ്ങിയാളിയാ വാങ്ങ്. നീ കമ്മിണർ വേണ്ടളിയാ. എന്ത് കാര്യത്തിൽ ഇത് 2 എണ്ണത്തിന് 500 രൂപയാണ് പറഞ്ഞത്. 400 തന്നാൽ മതി. നല്ല അടിപൊളി കസേരയാണ്. നട്ടലിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ഇതില് നല്ലതാ. ഇത് ചാരി കിടന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു കാര്യം ചെയ്യ്, 2 എണ്ണം 300 രൂപയ്ക്ക് കൊടുക്കും. ചേട്ടാ പറയണേട്ടാ, ഞാൻ ഇത് ഫ്രീ ആയിട്ട് തരണമെന്ന് തോന്നുമല്ലോ. വേണ്ട. അല്ല എന്തായാലും 300 തരാന്ന് പറഞ്ഞല്ലേ. തന്നോ? ഒന്ന് കഴിച്ചില്ല അതുകൊണ്ടാണ്. ബാക്കി കൊടുക്കും. ഓക്കെ ചേട്ടാ. ഓക്കെ ശരി അല്ലേ? ഇത് ഏതായാലും നീ വന്നല്ല, ഇത് എന്റെ വീട് വരെ ഒന്ന് എടുത്തിട്ട് വാ. ചേട്ടാ ഞാൻ ഇത് കിലോമീറ്റർ നടന്നു വന്നതാണ് ഇത്രയും. ഇനി ഞാൻ വീട് വരെ ഞാൻ മരിക്കും. ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാ. ശരി അപ്പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഓക്കെ ശരി ചേട്ടാ വളരെ എന്ത് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അളിയ. ഇത് സൂറൽ കസേര. ഇതെല്ലാം 1000-1500 രൂപ ഒന്നിനെ കൊടുക്കണം. പാര് ഇത് കൊണ്ടുപോയി வீட்டுல முன்னாடி அப்படி போட்டு வச்சுக்கோ. பாரு ராசா மாதிரி இப்படி உட்காரலாம். அது மட்டும் இல்லை, பரிம்பாயோட வீட்டில் ஒரு நாள் போயிட்டு நான் கசாரையில் எங்கே இருந்தோம். அந்த ரசிகர் இருக்குதுல்ல, என்ன இப்படி ஒரு பார்வை அன்னு நினைச்சான். இது மாதிரி ஒரு கசாரை அவரை முன்னாடி கொண்டு போய் போட்டு இப்படி இருக்கணும்னு. இது புதிய வீடு வைக்கும்போது நமக்கு அங்கே எடுத்துட்டு போகலாம்ல. ശരി എന്നാ പോ. கையில் இருந்த காசு கொடுத்தாச்சு, ஒரு ஆட்டோ கூப்பிடு. ശരി എന്നാ ഓട്ടോ വിളിക്കാം. അതാ നല്ലത്. ഇല്ലാണ്ട് എങ്ങനെ കൊണ്ടുപോകും? சரி. വല്ല തമിഴന്മാരായിരിക്കും. എവിടെയെന്ന് വെച്ചിട്ട് പോയി നോക്കി അന്വേഷിച്ചെടുക്കാൻ. നമ്മള് വഴി കൂടെ അവന്റെ 2 കസേര ഉണ്ടല്ലോ, കണ്ടറിയാലോ നമുക്ക്. പിടിക്കാൻ പറ്റും, നോക്കാം നമുക്ക്. അതെ നിന്റെ അടുത്ത് 2 ചൂരലിന്റെ കസേര ഉണ്ടല്ലോ. എന്ത്? അയ്യോ 1/2 മണിക്കൂർ ഒരാൾ വാങ്ങിച്ചോണ്ട് പോയുള്ളൂ. നീ അത് ഇയാളെ വീട്ടിൽ നിന്ന് എടുത്തോന്നാണോ? ചേട്ടാ വീട്ടിൽ കസേര എടുത്തോണ്ടായത് ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടല്ലേ എടുത്തോണ്ട് പോയത്. ആരോട് ചോദിച്ചു? എപ്പ ചോദിച്ചു? ഇവനോടൊന്നും വർത്താനം പറയണ്ട. നീയൊക്കെ പിടിച്ച് പോലീസ് എടുത്തേടാ. നീ അതൊക്കെ എടുക്ക്. പൊന്നു ചേട്ടാ, ഞാൻ കസേര കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഈ ചേട്ടാ ചോദിച്ചതാ ഈ കസേര വേണോന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആൾക്കാരൊക്കെ വരുന്നതല്ലേ, ഇരിക്കാനൊക്കെ കസേര വേണ്ടേ, ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ചേട്ടൻ പറഞ്ഞു വേണ്ട, കൊണ്ടുപോയിക്കോളാൻ. ഞാൻ പറഞ്ഞു വലിയ വീടല്ലേ, കസേരയൊക്കെ ആവശ്യമുള്ളതാണ്, ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അപ്പോഴും ചേട്ടൻ പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ വേണ്ടാന്ന്. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ കൊണ്ടുപോയിക്കോട്ടെ. അപ്പൊ ചേട്ടൻ പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ എടുത്തോണ്ട് പോന്നു. അങ്ങനെ പറഞ്ഞു ചോദിച്ചു. അങ്ങനെ പറഞ്ഞ, പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. പിന്നെ
അത് ഇന്റെ കസേര നിനക്ക് മനസ്സിലായില്ല. അത് നിങ്ങളുടെ കുഴപ്പമാണ്. അവൻ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? നിങ്ങളുടെ വീട്ടിൽ വന്നൊരു സാധനം ഞാൻ എടുത്തോട്ടെ എന്ന് വെച്ച് നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്തിനാ കളവ് പറയണ? അങ്ങനെ അല്ലടാ, എനിക്ക് പറഞ്ഞാ വെറുതെ അല്ല നിങ്ങൾ റെസി അതും പറയാം. വണ്ടിക്ക് എന്തൊരു കഷ്ടം, എന്താ നമുക്ക് കാണിക്കണം? ഒരാളുടെ മുതലെടുത്തോണ്ടായിട്ട് അവൻ പറയണ മര്യാദയാണ്. വീട്ടിൽ വന്ന് കട്ട കൊണ്ടുപോയിട്ട് പിന്നെ ജാതി വർത്താനം പറയാ. ചേട്ടാ അങ്ങനെ കട്ടെന്ന് പറയല്, അങ്ങനെ കട്ടെന്ന് തന്നെ പറയല്. ചേട്ടാ ഇത് കണ്ടോ, വലിയ വലിയ വീട്ടിലെ ചെരുപ്പുകളാണ്. ഞാൻ അവിടുത്തെ ഈ ചെരുപ്പ് വേണോന്ന് ചോദിക്കുമ്പോൾ അവര് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരുടെ സമ്മതത്തോടു കൂടി എടുത്തോണ്ട് വരുന്ന ചെരുപ്പുകളാണ്. എത്ര ആൾക്കാർ പള്ളിയിൽ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ മോട്ടിച്ചോണ്ട് വിൽക്കുന്ന കേട്ടാ. ഞാൻ അങ്ങനെയാണോ ചെയ്തത്? ഞാൻ മാന്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കസേര വേണോന്ന് ചോദിച്ചാൽ ചേട്ടൻ പറഞ്ഞു വേണ്ട, കൊണ്ടുപോക്കാളാൻ പറഞ്ഞു. അങ്ങനെയല്ലേ കൊണ്ടുവന്നത്, അല്ല മോട്ടിച്ചെന്ന് മാത്രം പറയല്ലേ. വർത്താനം പറയണ്ട, അവൻ പറയണതിൽ മര്യാദ ഉണ്ട്. കട്ടോണ്ടായിട്ട് പിന്നെ വലിയ വർത്താനം അവൻ എടുത്തോട്ടെ ചോദിച്ചാ ഞാൻ മര്യാദക്കല്ലേ. ചില്ലക്കാരനല്ലേ വലിയ അണ്ണായി. നീ മിടുക്കനാകണ്ട. നമ്മുടെ കൂട്ടുകാരനൊരു അബദ്ധം പറ്റിയതാണ്, പിടിച്ചോളാട്ടാ. കൊണ്ടേക്കോ, അതിന്റെ ദേഹത്ത് പിടിക്കൂലേ. എന്ത് തെറ്റാണ് കേട്ടാ. പോണായിരുന്നു ചെരുപ്പ് ചെരുപ്പ്